പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് 2025 മാർച്ച് മാസം 3-ാം തീയതി, അതായത് 1200 കുംഭമാസം 19-ാം തീയതി സോമവാരം തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:42, അസ്തമയം വൈകിട്ട് 6:32. തിങ്കളാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയം. നാളത്തെ നക്ഷത്രം വളരെ വിശേഷപ്പെട്ട നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന ഉത്തരത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു അശ്വതി. ഉത്രട്ടാതി, രേവതി, അശ്വതി. അശ്വതി മരുന്ന് സേവിക്കാനൊക്കെ വളരെ അനുകൂലമായ നക്ഷത്രമാണ്. കാരണം നക്ഷത്രത്തിന് അധിപനായ ഗ്രഹം കേതുവാകുന്നു. മേടം രാശിയാകുന്നു. ധാരാളം സഞ്ചരിക്കുക. കാരണം നക്ഷത്രത്തിൻ്റെ മൃഗം കുതിരയാകുന്നു. അതിനാൽ ധാരാളം സഞ്ചരിക്കുക എന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു ആവേശമാണ്. അവർ ആരോടും മത്സരിക്കും, വാഹനത്തിലും ഓട്ടത്തിലുമൊക്കെ തന്നെ. കാരണം കുതിരയുടെ ആ ഒരു എനർജി, ഹോഴ്സ് പവർ അവർക്കുണ്ടാകും. നാളത്തെ തിഥി അത്ര ഗുണമുള്ള തിഥിയല്ല. നാളെ തിഥി ചതുർത്ഥി തിഥിയാകുന്നു. വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി തിഥി. നാം തിഥി കൊണ്ടാണ് സമ്പത്തിനെ സൂചിപ്പിക്കുന്നത്. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുന്നത് കൊണ്ടാണ് സമ്പത്തുണ്ടാകുന്നത്. അതിനാൽ ചതുർത്ഥി രിക്താതിഥിയാകുന്നു. ചതുർത്ഥി, അതേ രീതിയിൽ നവമി 9, അപ്രകാരം തന്നെ ചതുർദശി 14, ഇതൊക്കെ തന്നെ രിക്താതിഥിയാണ്. അതേ രീതിയിൽ ദാരിദ്ര്യമുണ്ടാകുന്ന തിഥിയാകുന്നു പ്രതിപദം. അപ്രകാരം തന്നെ വളരെ ദുർബലമായ തിഥിയാണ് അഷ്ടമി. ഇത് വെളുത്തപക്ഷമായാലും കറുത്തപക്ഷമായാലും ഒരേ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ധനപരമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ ധനപരമായ ഇടപാടുകൾക്ക് ഈ തിഥി അത്ര ഗുണമല്ല. നാളെ 11:15 മുതൽ 1 മണി വരെയുള്ള സമയം മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താവുന്നതാണ്. അതിനാൽ നാഗക്ഷേത്രത്തിൽ നാളെ എന്തായാലും ദർശനം ചെയ്യണം. നാളെ അശ്വതി നക്ഷത്രമാണ്. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്തെ നിങ്ങൾ ഉൾപ്പെടുത്തുക. ചിന്മുദ്രയിൽ അത് ചെയ്യുക, പരിശീലിക്കുക. 9 അല്ലെങ്കിൽ 18 തവണ, 108 തവണ പ്രാർത്ഥിക്കണമെന്നില്ല. മന്ത്രം ഏകാഗ്രതയിൽ ജപിക്കുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. രാഹുവിനെ ജപിക്കുമ്പോൾ കേതുവിനെയും ജപിക്കണം. കേതുവിനെ സ്മരിക്കുമ്പോൾ രാഹുവിനെ സ്മരിക്കണം. കാരണം സർപ്പത്തിൻ്റെ ശിരസ്സാകുന്നു രാഹു, അതിൻ്റെ വാലാകുന്നു കേതു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ല നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.